തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വർഷത്തെ ബജറ്റ് അവതരണം വൈസ് പ്രസിഡന്റ് നസീമ തട്ടാംകുനിയിൽ അവതരിപ്പിച്ചു. പ്രസിഡന്റ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച വളർച്ചയിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷമുള്ള നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ആക്കം കൂട്ടിയ ജനകീയ ആസൂത്രണ പ്രസ്ഥാനം 30 വർഷം പിന്നിടുന്ന സമയത്താണ് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത്. പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റും 14ാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാന ബജറ്റുമാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഒരു മധ്യവർത്തി സംവിധാനമായ ബ്ലോക്ക് പഞ്ചായത്തിന് ആവശ്യങ്ങൾ എണ്ണമറ്റതായിട്ടുണ്ടെങ്കിലും വിഭവത്തിൻ്റെ പരിമിതി നമ്മളെ ബാധിക്കുന്ന പ്രധാന പ്രശ്നമാണ്. ഇത് 2-3 കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നേടിയെടുത്ത് 15ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ പ്രധാന പ്രൊജക്റ്റുകൾ അവതരിപ്പിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ ബഡ്ജറ്റിൽ തന്നെ ശ്രമങ്ങൾ നടത്തേണ്ടത്. ഈ വർഷം ലഭ്യമായ എല്ലാ സ്രോതസ്സുകളും ഉപയോഗപ്പെടുത്തി മറ്റ് കേന്ദ്ര സംസ്ഥാന ആവിഷ്കൃത പദ്ധതികളിൽ ലഭ്യമായ ഫണ്ടുകൾ സംയോജിപ്പിച്ചു 100% പദ്ധതി ചെലവഴിച്ചു ഈ പ്രവർത്തനങ്ങൾ ബജറ്റ് നടപ്പാക്കി ശ്രദ്ധിക്കാനാണ് ആഗ്രഹിക്കുന്നത്. 14ാം പഞ്ചവത്സരത്തിലെ 4 വർഷങ്ങളിൽ നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി സ്ത്രീകൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ദരിദ്രർ, അതിദരിദ്രർ, പട്ടികജാതിക്കാർ എന്നിവർക്ക് മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ട്. 26-27 വാർഷിക പദ്ധതി നടപ്പിലാക്കുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണ സമിതി, വർക്കിംഗ് ഗ്രൂപ്പുകൾ, ഗ്രാമസഭ, വികസന സെമിനാർ എന്നിവ നല്ല പങ്കാളിത്തത്തോടെ നടപ്പാക്കാനും അവയിൽ നിന്ന് ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ മുൻഗണനാടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ചുകൊണ്ട് സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് 26-27 വാർഷിക പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. തരിശുരഹിത തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ട് നവീകരിക്കാനുള്ള മാസ്റ്റർ പ്ലാന്, കുട്ടികളുടെ പാർക്ക്, വയോജന വിശ്രമ കേന്ദ്രം, രോഗം വന്ന തെങ്ങൽ മുറിച്ചുമാറ്റുന്ന പുതിയ പദ്ധതി, വൈക്കോൽ സബ്സിഡി ഉൾപ്പെടെയുള്ള സമഗ്ര ക്ഷീര വികസന പദ്ധതി, ഒരു പുതിയ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി, കുട്ടികൾക്കുള്ള പുതിയ കായിക പരിപാടി, തോടന്നൂർ ഫെസ്റ്റ് എന്ന പേരിലൊരു സാംസ്കാരിക ഉത്സവം, പഠനം മുടങ്ങിയ പട്ടികജാതി വിദ്യാർത്ഥികളുടെ തുടർ പഠനം, സ്മാർട്ട് കിച്ചൺ, വനിതകൾക്ക് ഓപ്പൺ ജിം, ഹാപ്പിനെസ് പാർക്ക് എന്നിവർക്ക് ഈ ബജറ്റ് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. വനിതാ സംരംഭങ്ങൾ, പ്രവാസി സഹായഹസ്തം, മണിയൂർ, ആഞ്ചേരി, വില്യാപ്പള്ളി, തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തുകളുടെ കാർഷിക സമൃദ്ധി ഉറപ്പുവരുത്തുന്നതിനായി സംയോജന പദ്ധതികൾ, സംരംഭകത്വ വികസനവും ഉൽപ്പാദന വർദ്ധവും അതുവഴി സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയും ഉറപ്പുവരുത്താൻ ഈ പദ്ധതികൾക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷ. പട്ടികജാതി വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി മേൽപ്പറഞ്ഞവർക്ക് പുറമെ ഭവന നിർമ്മാണം, പഠനമുറി, റോഡ് എന്നിവർക്ക് കൂടി പ്രാധാന്യം നൽകിയിട്ടുണ്ട്. തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തെ നീർത്തടങ്ങളെ അടിസ്ഥാനമാക്കി BBG റാംജിയുടെ പരമാവധി ഉപയോഗപ്പെടുത്തി ജലസംരക്ഷണം ഉറപ്പുവരുത്താൻ, കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകാനും പരമാവധി തൊഴിൽ നൽകാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉൽപ്പാദന സേവന പശ്ചാത്തല മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ജനക്ഷേമകരമായ തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 26-27 വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാന്യയായ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസീമ തട്ടാംകുനി അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ ഭരണസമിതി അധികാരമേറ്റ ശേഷമുള്ള ആദ്യത്തെയും 14ാം പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കമിട്ടതിന് ശേഷമുള്ള 5ാമത്തെയും ബഡ്ജറ്റാണ് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. 2025-26 വർഷത്തെ ബഡ്ജറ്റിൽ വിഭാവനം ചെയ്ത പദ്ധതികളുടെ നിർവഹണം അന്തിമഘട്ടത്തിലാണ്. ഇതിനുവേണ്ടി സഹകരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ, ആസൂത്രണ സമിതി അംഗങ്ങൾ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, മറ്റു ജീവനക്കാർ തുടങ്ങിയ എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് 2026-27 വർഷത്തെ ബഡ്ജറ്റ് നിങ്ങളുടെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾക്കും അംഗീകാരത്തിനുമായി സമർപ്പിക്കുന്നു.
14ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായ ജ്ഞാന സമൂഹ നിർമ്മിതി, നിർത്തലാധിഷ്ഠിത വികസനത്തിലൂടെ തരിശുരഹിത തോടന്നൂർ, എല്ലാവർക്കും പാർപ്പിടം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, എല്ലാവർക്കും ശുദ്ധമായ കുടിവെള്ളം, അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ, സംരംഭകത്വ വികസനം എന്നിവയിൽ ഊന്നിക്കൊണ്ടുള്ള സമഗ്ര വികസനമാണ് ഈ ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നത്. കൃഷി, വ്യവസായം, കുടിവെള്ളം, സമഗ്ര ശുചിത്വം, ആരോഗ്യം, ക്ഷീരവികസനം, വയോജനക്ഷേമം, ഭിന്നശേഷി സൗഹൃദ തോടന്നൂർ, ലിംഗതുല്യത തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പരസ്പര ബന്ധിതമായി വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബജറ്റ് ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. വരവുകൾ: കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാൻറ്റുകളിൽ നിന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. സംസ്ഥാന സർക്കാർ പദ്ധതി വിഹിതമായി പൊതുവിഭാഗം, SCP എന്നിവയ്ക്ക് യഥാക്രമം 3,01,02,000 രൂപയും 49,27,000 രൂപയും, മെയിൻ്റനൻസ് ഗ്രാൻറ്റ് നോൺ റോഡ് ഇനത്തിൽ 54,72,000 രൂപയും, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻറ്റ് അൺഎയ്ഡ് ഇനത്തിൽ 36,49,000 രൂപയും, ടൈഡ് ഫണ്ടായി 54,73,000 രൂപയും വരവ് പ്രതീക്ഷിക്കുന്നു. ജനറൽ പർപ്പസ് ഗ്രാൻഡ് ഇനത്തിൽ 97,04,000 രൂപ, മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിഹിതമായി 1,04,16,000 രൂപയും, PMAY പദ്ധതിയുടെ കേന്ദ്രവിഹിതമായി 74,40,000 രൂപയും, തനത് ഫണ്ടായി 1,60,000 രൂപയും അടക്കം 8,54,000 രൂപ 2026-27 വർഷത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വരവ് പ്രതീക്ഷിക്കുന്നു. പ്രാരംഭ ബാക്കിയായി 2,01,20,828 രൂപയും ചേർത്ത് ഒട്ടാകെ വരവ് 10,53,75,728 രൂപയായിരിക്കും. ചെലവുകൾ: അനിവാര്യ ചെലവുകൾ നിർവഹിക്കുന്നതിലേക്കായി 2026-27 സാമ്പത്തിക വർഷത്തിൽ പദ്ധതിയേതരങ്ങളിൽ 8,48,11,470 രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. ഇതിൽ റവന്യൂ ചെലവുകൾക്കായി 7,07,77,040 രൂപ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെലവുകൾക്കായി 55,40,000 രൂപയും, അഡ്മിനിസ്ട്രേറ്റീവ് ഓപ്പറേഷണൽ ചെലവുകൾക്കായി 25,30,000 രൂപയും, മൂലധന ചെലവുകൾക്കായി 1,40,34,430 രൂപയും നീക്കിവച്ചിരിക്കുന്നു. പ്രതീക്ഷിത ചെലവുകൾ കഴിച്ച് 2,05,64,258 രൂപ സാമ്പത്തിക വർഷത്തിൽ മിച്ചം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉൽപാദന മേഖലയിൽ വൈവിധ്യമാർന്ന പദ്ധതികൾക്ക് ഈ വർഷം തുടക്കമിടുകയാണ്. മുൻവർഷം നടപ്പിലാക്കിയ പദ്ധതികളുടെ തുടർച്ചയും ഇതോടൊപ്പം ഉറപ്പാക്കുന്നു. ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾ വഴി മാത്രമേ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയും തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരവും സാധ്യമാകൂ. അതിനാൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് കൃത്യമായ വീക്ഷണത്തോടെയുള്ള ഇടപെടൽ സംരംഭകത്വ വികസന രംഗത്ത് നടത്തുന്നുണ്ട്. നമ്മുടെ ജനസംഖ്യ 50% വരുന്ന വനിതകളെ സംരംഭകരായി ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ചെറുകിട വ്യവസായങ്ങൾക്കും സൂക്ഷ്മ സംരംഭങ്ങൾക്കുമായി 49 ലക്ഷം രൂപ നീക്കിവെക്കുന്നു. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി 29,36,500 രൂപ നീക്കിവെക്കുന്നു. മേൽപ്പറഞ്ഞ എല്ലാം ചേർത്ത് ഈ വർഷം ഉൽപ്പാദന മേഖലകൾക്കായി 1,48,52,100 രൂപ വകയിരുത്തുന്നു. വിദ്യാഭ്യാസം, കലാ, കായികം, സംസ്കാരം, വജ്ര ജൂബിലി ഫെലോഷിപ്പ് 1,00,000 രൂപ, കേരളോത്സവത്തിന് 1,50,000 രൂപ, വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തൽ, ആരോഗ്യ കായിക പ്രവർത്തനങ്ങൾക്ക് 1,50,500 രൂപയും ഉൾപ്പെടെ വിദ്യാഭ്യാസ, കലാ, കായിക, സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി 14,93,100 രൂപ വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യം, ശുചിത്വം മേഖലയിൽ വിവിധ പദ്ധതികൾക്കായി 81,04,830 രൂപ വകയിരുത്തിയിട്ടുണ്ട്. ക്ഷേമ പദ്ധതികൾ: എല്ലാ ഭവനരഹിതർക്കും വീട് എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭവന നിർമ്മാണത്തിനായി 2,72,00,000 രൂപ നീക്കിവെക്കുന്നു. ഭിന്നശേഷിക്കാരെ സാമൂഹ്യ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിനു വേണ്ടി ഭിന്നശേഷി ക്ഷേമത്തിനായി 44,50,000 രൂപ വകയിരുത്തുന്നു.
വയോജന ക്ഷേമ പദ്ധതികൾക്കായി 11 ലക്ഷം രൂപയും വനിതാ ക്ഷേമ പദ്ധതികൾക്ക് 8,29,000 രൂപയും നീക്കിവെക്കുന്നു. പട്ടികജാതി ക്ഷേമം. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പഠന മുറി നിർമ്മാണം, PMAY ലൈഫ് പദ്ധതി എന്നിവയ്ക്ക് 42 ലക്ഷം രൂപ, പശ്ചാത്തല സൗകര്യ വികസനത്തിന് 13,77,000 രൂപ, പട്ടികജാതി യുവജനങ്ങൾക്ക് വാദ്യോപകരണങ്ങൾ നൽകുന്നതിന് 8,42,100 രൂപ എന്നിങ്ങനെ വിവിധ പദ്ധതികൾക്കായി 70,69,100 രൂപ പട്ടികജാതി ക്ഷേമ പദ്ധതികൾക്കായി നീക്കിവെക്കുന്നു. 1,20,828 രൂപ. വരവ് 8,52,54,900 രൂപ. ആകെ വരവ് 10,53,75,728 രൂപ. ആകെ ചെലവ് 8,48,11,470 രൂപ. നീക്കി ബാക്കിയുള്ളത് 2,05,64,258 രൂപ. ബജറ്റ് ചർച്ചയ്ക്കും അംഗീകാരത്തിനുമായി സമർപ്പിക്കുന്നു. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ TN മനോജ്, ഹാരിസ് മുറിച്ചാണ്ടി, ശ്രീജ തറവട്ടത്ത്, ഡിവിഷൻ മെമ്പർമാരായ MT രാജൻ, സരള കൊള്ളിക്കാവിൽ എന്നിവർ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മോഹൻരാജ് സ്വാഗതവും ഹെഡ് അക്കൗണ്ട് റഫീഖ് NK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ, വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.